കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോണ്ടേ, എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ നാരദ ജയന്തിയാണ്. വളരെ വൈശാഖ മാസത്തിലാണ് ഒരുവിധം ദേവതകളുടെയൊക്കെ ജന്മദിനം. അപ്പോൾ ഇന്ന് ബ്രഹ്മശ്രീ നാരദരുടെ ജന്മദിനം കൂടി ആയതുകൊണ്ട് എന്തായാലും നാരദരെയും കൂടി പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. അങ്ങനെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് അത്തിമര ഗണപതിയെ കൊണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. സാധാരണഗതിയിൽ ചൊവ്വാഴ്ച തിരക്കില്ല എന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ ചൊവ്വാഴ്ചയും തിരക്ക് തന്നെയാണ്. വൈശാഖ മാസത്തിൽ ചൊവ്വാഴ്ചയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല, എല്ലാ ദിവസവും തിരക്കാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമുക്ക് ഗോപുരവാതിൽ കിടന്നിട്ട് അകത്തേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തെ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം നോക്കാം. അങ്ങനെ ആ മേൽപ്പത്തൂരിനെ ഒന്ന് നോക്കി തൊഴാം. അതേപോലെ വലതുവശത്തെ തൂണൊന്ന് നോക്കിയിട്ട് തൊഴുത് നേരെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാലിങ്ങനെ പിണച്ച് വെച്ച് കാൽവളകൾ കാണാണ്ട് നല്ല മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ. പിന്നെ അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ട് നല്ല മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. രണ്ട് കൈയിലും കൂടി പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുന്ന ആ മുരളീധര സ്വരൂപത്തിലാണ് ഇന്നത്തെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള അലങ്കാരം, കളഭം കൊണ്ടുള്ള അലങ്കാരം കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ പീലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പീലിത്തിരുമുടി 2 മാലകളാണുള്ളത്. തെച്ചിയും തുളസിയും ഉണ്ട്, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതുണ്ട്. അതേപോലെ ഉണ്ടമാലയുണ്ട് 2 എണ്ണം, വെളുത്ത പൂവായിട്ടുള്ളതും തുളസിയായിട്ടുള്ളതും, പിന്നെ തെച്ചിയും തുളസിയും താമരയായിട്ടുള്ളതും. അങ്ങനെ പിന്നെ വളയം പോലത്തെ ഒരു മാലയും ഒരു മാങ്ങാമാലയും ഒരു പതക്കം പോലത്തെ മാലയും ഉണ്ട്. എല്ലാം കൊണ്ടും അണിഞ്ഞൊരുങ്ങിയിട്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കിടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലെ ബലിതർപ്പണം ചെയ്യുന്ന അഗ്നികോണിലെ ഒക്കെ ഒന്ന് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ടു തൊഴുക. സപ്തമാതാക്കളെയൊക്കെ കണ്ടു തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന നന്നായിട്ടുള്ള ആ ചന്ദന ചാർത്തായും കൊണ്ടിരിക്കുകയാണ്. കൊമ്പും തുമ്പി കൈയൊക്കെ ഇങ്ങനെ വെച്ച് നല്ല പൊതിഞ്ഞിട്ടുണ്ട് മൊത്തം. അപ്പോൾ എല്ലാവരും ആ വിഘ്നേശ്വരനെ കണ്ടു തൊഴുതോളും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ തൊഴുത് വന്നിട്ട് ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെ ഒന്ന് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. പിന്നെ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പോരാം. അങ്ങനെ വാമനാവതാരം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ശില്പം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. ഒക്കെ കണ്ടു തൊഴുത് നേരെ വരുമ്പോൾ അനന്ത പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അനന്തശായിയായ അനന്ത പത്മനാഭസ്വാമിയെ കണ്ടു തൊഴുക. അവിടെ നിറയെ പൂക്കൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്, താമരമാലയൊക്കെ ഉണ്ട്. പിന്നെ നേരെ വന്നിട്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക.
ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാലോ ഇന്ന് കുങ്കുമം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞിങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ ഓവിൻ്റെ അവിടെ വരാം. അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കുറച്ച് പടിഞ്ഞാട്ട് നീങ്ങി നിന്ന ചുമരുമ്മിലുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രില്ലിൻ്റെ അവിടെ വന്ന മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ നേരെ ഉള്ളിലേക്ക് കിടന്നാൽ നൃത്തറയിലുള്ള വിളക്ക് കിടാവിളക്ക് കത്തി നിൽക്കണു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയാൽ ആ കാഴ്ച കാണാം. പിന്നീട് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴുത് വസുദേവരെയും അനന്തനെ കുട പിടിച്ചിങ്ങനെ വരുന്ന അതൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്ത് വരിക. പിന്നീട് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നേരെ വന്ന് ഭഗവതീനെ ഇടത്തരികത്ത് കാവിലെ ഭഗവതീനെ കണ്ട് തൊഴാം. ഭഗവതിയുടെ അവിടെ നിന്ന് ഗോളകൊക്കെ ഇറക്കിയിട്ടാണെന്ന് നല്ല രസമായിട്ട് ഉണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വലിയ 2 നെക്ലസ് മാലയൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കളെ. അത് അവിടെ നിന്ന് തൊഴുക നമുക്ക്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വരുമ്പോൾ മമ്മിയൂരപ്പൻ്റെ അവിടെ വന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് തൊഴുന്ന ആ പ്രതീതിയാവും. ഇപ്പോൾ മമ്മിയൂർ അമ്പലമൊക്കെ 10-10:30 അടയ്ക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ പുതിയ ശ്രീകോവിലിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം മമ്മിയൂരൊക്കെ നേരത്തെ അടയ്ക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത മാതിരി നമ്മൾ പോരുകയാണ്. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആ ശ്രീലകത്തേക്ക് നോക്കി മുരളീധര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ നിന്ന് വീണ്ടും നമസ്കരിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞാൽ നേരെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കാണാം. പിന്നെ കുറച്ചും കൂടെ ഇറങ്ങിയുന്ന കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് പിന്നെ പടിഞ്ഞാറ നടയിലൂടെ പുറത്ത് വന്ന് ആ തെക്കേ നടയിലുള്ള ആ കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. ആ മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആ കൂവളത്തിനെയും പ്രദക്ഷിണം ചെയ്ത് നമുക്ക് ഇന്നത്തെയും ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.